VS അവശേഷിപ്പിച്ചു പോകുന്നത് ഒരു സമരത്തോട് അല്ലെങ്കിൽ കലഹിച്ചുകൊണ്ട് വ്യവസ്ഥിതിയിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അത് തിരുത്തി മുന്നോട്ട് പോവുക. താങ്കളും താങ്കളുടെ മന്ത്രിപദവിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രീതിയിലുള്ള പല ഇടപെടലുകളും നടത്തുന്നുണ്ട്. VS എവിടെയൊക്കെയാണ് താങ്കൾക്കൊരു പ്രചോദനമായി മാറിയിട്ടുള്ളത് വ്യക്തിപരമായി? ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടണം. അത് ഏറ്റവും അധികം തെളിയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിന് അടിയന്തരമായി ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വം. കേരളത്തിൽ നടന്ന ഒരുപാട് പോരാട്ടങ്ങളുടെ മുൻനിരയിലെ ഒരു സേനാധിപനായിരുന്നു അദ്ദേഹം. ഈ കാണുന്ന ജനങ്ങളുടെ സ്നേഹവും അവരുടെ മലയാളിയെ ആവേശം കൊള്ളിച്ച നേതാവാണ്. തൻ്റെ പ്രവർത്തനങ്ങളുടെയും തൻ്റെ വാക്കുകളിലൂടെയും കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി സഖാക്കൾക്ക് മാത്രമല്ല എല്ലാ പാർട്ടിയിലോട്ടും ആവേശം പകർന്ന ഒരാളാണ്. കാരണം ഇടപെടലുകളാണ് അദ്ദേഹത്തെ പൊതുവായ കാര്യങ്ങൾ, പാരിസ്ഥിതിക പ്രവർത്തനങ്ങളായാലും ഏത് കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടലിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളുണ്ട്. അപ്പം അതിൽ തെറ്റും ശരികളുമൊക്കെ നമുക്ക് സമൂഹത്തിന് കാണാം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ മുന്നിൽ അദ്ദേഹം മാറി നിന്നില്ല. ആരെതിർത്തിട്ടും മാറി നിൽക്കാത്ത ഒരു സമീപനമുണ്ട്. താങ്കളുടെ പ്രതികരണത്തിൽ ഒരു കൗതുകമുണ്ട്. കാരണം രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുകയാണ്. രാഷ്ട്രീയമായി ദുരനുഭവങ്ങൾ VSന്റെ ആ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങേക്കും അങ്ങയുടെ പിതാവിനുമുണ്ട്. ആ പോരാട്ടങ്ങൾ ആ ഘട്ടത്തിലൊക്കെ കടുത്ത വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആരായിരുന്നു എന്ന് ഈ ജനക്കൂട്ടം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായല്ല ഈ ആക്രമണങ്ങളൊന്നും. അദ്ദേഹം അത് വിഷയാധിഷ്ഠിതമായിരുന്നു. നമ്മൾ അതിനെയൊക്കെ വെച്ച് അങ്ങനെ കാണുന്നില്ല. ഒരു വ്യക്തിപരമായ ഇതിനൊന്നും കാണാം. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല. എല്ലാവരും സൗഹൃദമുള്ളവർ. രാഷ്ട്രീയ നിലപാടുകളിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പിന്നെ ഏതൊരാക്രമണവും നമ്മൾ വ്യക്തിപരമായി മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടുവരുന്നില്ല. അതിനുശേഷം എൻ്റെ അച്ഛനോടൊപ്പം തന്നെ അദ്ദേഹം വേദികൾ പങ്കിടുകയും LDFന്റെ ഭാഗമായി മാറുകയും ചെയ്ത് രാഷ്ട്രീയത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റങ്ങളാണ്. വിരോധങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവനാവരുത് രാഷ്ട്രീയക്കാരൻ. നിത്യശത്രുക്കളില്ല അല്ലെങ്കിൽ നിത്യവൈരികളില്ല എന്ന് പറയുന്നത് ഇടമലയാർ കേസ് നമ്മുടെ മനസ്സിലേക്ക് വരും പെട്ടെന്ന്. VS എന്ന് കേൾക്കുമ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ അങ്ങിപ്പോൾ LDFന്റെ ഭാഗമാണ്. അതിൽ ആ സർക്കാരിൽ മന്ത്രിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയ വേളയുമാണിത്. വ്യക്തിപരമായി താങ്കളുടെ ശരികൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു VS മനസ്സിലേക്ക് വരാറുണ്ട്? അല്ല, ഞാനുമായിട്ട് അടുത്ത് നല്ല ബന്ധമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹം മഴയുള്ള സമയത്ത് നിയമസഭയ്ക്കുള്ളിൽ നടക്കുമായിരുന്നു. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി അവിടെ നടക്കാൻ പറ്റും. അപ്പോൾ ഞാനും അവിടെ നടക്കാൻ പോകുമായിരുന്നു. നിയമസഭാ ഹാളിൻ്റെ ചുറ്റും ആരും കാണില്ല, സഭ കൂടാത്തപ്പം. അപ്പോൾ അദ്ദേഹമായിട്ട് അവിടെ വെച്ച് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ നിരന്തരം